ഇന്ന് നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കാരണം നമ്മുടെ വീട് പണിക്കുള്ള കല്ല് വരുന്നത്. അപ്പോൾ ലോഡിങ്ങേരും അതിനിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ അപ്പുറത്തുള്ള ആളുകൾ ഇവിടുന്ന് മാറുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സങ്കടമുണ്ട്. അപ്പോൾ അവർ ആ സാധനങ്ങളൊക്കെ കടത്താനുള്ളൊരു തിരക്കിലായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് സാധനങ്ങളൊക്കെ മുറ്റത്ത്. സ്ഥിരം നമ്മളോട് സംസാരിക്കുന്ന അടുത്തുള്ള ആളുകൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഷോക്കാണ് അല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു സങ്കടം. മഴ ആയതുകൊണ്ടാണ് കേട്ടോ കല്ലൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വൈകിയത്. പിന്നെ നമുക്ക് ഇവിടെ എല്ലാ കല്ല് വേണ്ട, കണ്ണൂരം കല്ല് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഒന്നും കൂടെ വൈകിയത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് കല്ല് കിട്ടാനും നമ്മൾ കണ്ണൂർ പോയി അവിടെയൊക്കെ നോക്കി അന്വേഷിച്ച് ചെന്നിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ കല്ലിറക്കുന്നത്. അല്ലാതെ നമ്മൾ ഫോൺ കോളിലൂടെ അങ്ങനെ പരിചയപ്പെട്ടിട്ടും അങ്ങനെ ഏൽപ്പിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. അവിടെ പോയി വന്നിട്ടാണ് നമ്മൾ ഈ കല്ലിവിടക്ക് ഇറക്കുന്നത്. അധികം ഈ മഴ ആയതുകൊണ്ട് തന്നെ അധികം കിട്ടാനില്ല കേട്ടോ. നമ്മൾ കുറേ ആയി അന്വേഷിക്കണം. പിന്നെ നമ്മൾ മങ്കടക്കല്ല് ഇറക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കിട്ടാനും വല്ലാതെ അടുക്കളയിലെ പണിയൊക്കെ എടുക്കും വേണം, കുട്ടികളെ പറഞ്ഞേക്കും വേണം, കല്ലിറക്കുന്നത് നോക്കും വേണം, എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു. പിന്നെ നമ്മുടെ അടുത്തുള്ളവരോട് യാത്ര പറച്ചിലും അങ്ങനെ ആകെ കൂടെ ഒരു തിരക്കായിരുന്നു രാവിലെ. ഏകദേശം സ്ട്രെച്ചർ വർക്ക് കഴിയുന്നത് വരെ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാലും ഉണ്ടാകും. എന്നാലും അതുവരെ ആയി കിട്ടിയാൽ കുറച്ചൊരു സമാധാനമാകും. അതിനിടയിലാണ് ഗ്യാസും കുറ്റി വന്നത്. അതിനിടയിൽ പെട്ടെന്ന് ബുക്ക് എടുക്കലും നറക്കലും കൊണ്ടരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് സച്ച് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് മാറ്റി ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അവൻ്റെ ബസ്സിൽ നിന്ന് നേരത്തെ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാദിക്കുട്ടി അപ്പോഴേക്ക് കുളിക്കാൻ കയറി. അങ്ങനെ കുഞ്ഞാക്ക കല്ലിനെ കുളിപ്പിക്കാനൊക്കെ തുടത്തിയിട്ടുണ്ട്. അപ്പോഴേക്ക് എനിക്ക് നല്ലപോലെ വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വട ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ഫാദിക്കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള തോണ അവളാണ് കേട്ടോ. ഇവൾ നേരത്തെ ഒരുങ്ങി മാറ്റിയിരിക്കും. ഫാദിക്കുട്ടി എപ്പോഴാണ് കഴിയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴേക്ക് ഫാദിക്കുട്ടിൻ്റെ ഒക്കെ കഴിഞ്ഞ് അവനും പുറത്ത് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം അവൻ്റെ കാര്യങ്ങളൊക്കെ അവനെ ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട്. ഞാൻ അവനെ ചെയ്യിപ്പിക്കാറാണ് കേട്ടോ. അവളില്ലെങ്കിലും ഒരു ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണല്ലോ. അതിനെല്ലാം പറഞ്ഞ് ടാറ്റ കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുന്നത് കണ്ട് കുഞ്ഞാക്കാൻ്റെ ടാറ്റൊക്കെ ഒന്നും അങ്ങോട്ട് സ്ലോ ആയിട്ടോ. അങ്ങനെ ഒരു രണ്ടാളെയും ബസ് കയറ്റി വിട്ടു. അങ്ങനെ പിന്നെ കുഞ്ഞാക്കാൻ്റെ ഊഴായി. അങ്ങനെ അതിനെയും പറഞ്ഞു വിട്ടു. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യൂ കേട്ടോ.